സാർ, നമ്മൾക്കറിയാം, ഇപ്പോ നരേന്ദ്രമോദിജി തിരഞ്ഞെടുത്ത സർവകക്ഷിയിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ഭാരതത്തിന്റെ നിലപാട്, ഭാരതം എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയതെന്ന് വ്യക്തമാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലിപ്പോ ഞാൻ ഇപ്പൊ നമ്മുടെ ചർച്ച തുടങ്ങുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുൻപേ ഞാൻ മറ്റൊരു ആളുടെ വീഡിയോ കൂടി കണ്ടു. മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ. അദ്ദേഹം മറ്റൊരു പ്രതിനിധി സംഘത്തിന്റെ കൂടെ മറ്റു രാജ്യങ്ങളിലൂടെ പോകുന്നു. പല വ്യക്തികളെ കൂട്ടിയിണക്കിയിട്ടുള്ള പ്രതിനിധി സംഘം. അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരുടെ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകളൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ അത് രാജ്യത്തിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞാലും, വാരി വിതറിയാലും, തമ്മിൽ തല്ലിയാലും, രാജ്യത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ രാജ്യത്തിന് പുറത്ത് നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന ആ ഒരു വലിയ സന്ദേശം തന്നെയാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കാണുന്നതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യം 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച കോൺഗ്രസിന്റെ ഏറ്റവും അവസാനത്തെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇയാൾ നടത്തുന്ന രാജ്യവിരുദ്ധകരമായിട്ടുള്ള അഭിപ്രായങ്ങളും അതല്ലെങ്കിൽ പ്രസ്താവനകളും ഒക്കെ, നിരുത്തരവാദമായുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവരെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സാർ? കാരണം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകളൊക്കെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെ പറയുന്നു എന്നൊക്കെ അറിയുന്ന ആളുകൾ കൂടിയാകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ ഈ പ്രസ്താവനകളെ നമ്മൾ താരതമ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ സാർ? പൊതുവെ നമ്മൾ പറയുമ്പോൾ കോൺഗ്രസ് ദേശീയ ബോധമുള്ള ദേശീയവാദികളുടെ പാർട്ടിയാണ് എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാർ വൈദേശിക ആധിപത്യമാണ്, വൈദേശിക പ്രത്യയശാസ്ത്രമാണ്. അവർക്ക് രാജ്യം, സ്വരാജ്യം, സ്വദേശം ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല. അവർക്ക് മതപരമായ ചിന്തയില്ല, ദേശീയ ചിന്തയില്ല. അവർ സർവ്വരാജ്യ തൊഴിലാളികളുടെ ആഗോള മാനവികതയാണ് കമ്മ്യൂണിസം എന്നൊക്കെ അവർ പറയും. പക്ഷെ ഇന്ന് ഫലത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? സത്യത്തിൽ നമ്മൾക്ക് കോൺഗ്രസ്സുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നേരെ തിരിച്ചാണ്. അവര് ദേശീയതയുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ കൊടി പോലും ദേശീയ പതാകയാണ്. അപ്പൊ ആ ദേശീയ രീതിയിൽ അവർ ചിന്തിക്കുന്നു. അവര് മഹാത്മാഗാന്ധിയിലും നെഹ്റുവിലും ഒക്കെ അഭിമാനം കൊള്ളുന്നു, ഭാരതത്തിന്റെ ഐക്യത്തിലും അഖണ്ഡതയിലും ഒക്കെ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രവൃത്തിയിലില്ല. പ്രവൃത്തിയിൽ ഇത് നേരെ തിരിച്ച് പാകിസ്ഥാനും ഭീകരവാദികൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്നാൽ ജോൺ ബ്രിട്ടാസ് നേരെ മറിച്ച് പ്രവർത്തിക്കുന്നതും അത്ഭുതകരമാണ്. കാരണം ഭാരതത്തിനുള്ളിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ദേശീയതയെ എതിർക്കുന്നു, ഭാരതീയതയെ എതിർക്കുന്നു, നമ്മുടേതായിട്ടുള്ള എല്ലാ മാനബിന്ദുക്കളെയും ചിഹ്നങ്ങളെയും എതിർക്കുന്നു, വിശ്വാസങ്ങളെ എതിർക്കുന്നു. പക്ഷെ വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്നാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരെക്കാൾ എത്രയോ നമ്മുടെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കന്മാർ സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ ജനങ്ങൾ ഈ രണ്ട് പാർട്ടികളെയും കൂടുതൽ വിലയിരുത്താനാണ് സാധ്യത. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രമുണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ, ശശി തരൂർ പറഞ്ഞതുപോലെ. അതുകൊണ്ട് രാഷ്ട്രം ആദ്യം എന്നുള്ള നിലയിൽ ആ ഒരു വികാരം, ആ ഒരു പ്രതികരണവും ലോകത്തെ അറിയിക്കുക, ഇവിടെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പിറകിൽ നിന്ന് കുത്തുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ എടുക്കുന്നുവെങ്കിൽ ആ നേതാക്കന്മാർക്കെതിരെ ചെറുവിരൽ അനക്കാത്ത ഗണ്ഡി കുടുംബം അവരുടെ ഉപദേശപ്രകാരമല്ലേ ഈ കുട്ടിക്കുരങ്ങന്മാര് ചൂടുചോറ് വാരുന്നത് എന്ന് നമുക്ക് സംശയം വരും. അതായത് ഗണ്ഡി കുടുംബത്തിന്റെ ഒരു അജണ്ടയാണ് ഭാരതത്തെ പരാജയപ്പെടുത്തുക. പാകിസ്ഥാൻ വിജയിച്ചാലും വേണ്ടില്ല, ഭാരതം വിജയിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യത്തിനും തെളിവ് ചോദിക്കുകയും നമുക്ക് എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള അപകടകരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും, അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭീകരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നും കമ്മീഷൻ കിട്ടുമായിരിക്കും എന്ന് ഞാൻ കരുതുക. അല്ലെ പിന്നെ ഈ തിരുമണ്ടൻ ചോദ്യം ആരെങ്കിലും ചോദിക്കുമോ? ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത രീതിയിൽ രാജ്യത്തിന്റെ സൈന്യത്തെ അവിശ്വസിച്ചുകൊണ്ടും നമ്മുടെ സൈനിക ശക്തി പാകിസ്ഥാന്റെ മുമ്പിൽ ഒന്നുമല്ല, അവര് നമ്മുടെ എത്രയോ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ വിരുദ്ധ നേതൃത്വം തന്നെയാണ്. അത് പാകിസ്ഥാന്റെ ഉപ്പും ചോറും തിന്നുന്ന പാകിസ്ഥാന്റെ വാലാട്ടിപ്പട്ടികളാണ്, എച്ചിൽ പട്ടികളാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ നടക്കുന്ന കൂട്ടയടി ഇന്ത്യയോടൊപ്പം നിൽക്കണോ പാകിസ്ഥാനോടൊപ്പം നിൽക്കണമോ എന്നുള്ള നിലയിലായിരിക്കും. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാരും ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന കോൺഗ്രസ്സുകാരും എന്നുള്ള രണ്ട് വിഭാഗത്തെ നമുക്ക് കാണേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഗണ്ഡി കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇസ്ലാമിക ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുകയും ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകാനുള്ള കോൺഗ്രസ്സുകാരുണ്ടോ ശശി തരൂരിന്റെ കൂടെ നമുക്കറിയില്ല. ആർക്കെങ്കിലും ദേശസ്നേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര്
അവരുടെ ഇടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമായി, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഇന്ത്യക്ക് വിരുദ്ധമായി നിൽക്കുകയും പാകിസ്ഥാനെയും ഭീകരവാദികളെയും സഹായിക്കുകയും അവരോടൊപ്പം നിലപാടെടുക്കുകയും ചെയ്യുന്ന നേതൃത്വമാണ് ഗണ്ഡി കുടുംബത്തിന്റെ നേതൃത്വമെന്നും അത് ആന്റി ഇന്ത്യൻ, ആന്റി നേഷണൽ ആയിട്ടുള്ള ഒരു ഉപജാപക സംഘമാണ് എന്നും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും അവരുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുകയാണ്. അവരുടെ ഉള്ളിലുള്ള ഭീകരത പുറത്തു വരികയാണ്. ഇന്ത്യ വിരുദ്ധമായ നിലപാടിലൂടെ ഗണ്ഡി കുടുംബം ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന ആ ഒരവസ്ഥയ്ക്ക് മുമ്പ് ഈ രാജ്യത്തെ ജനങ്ങൾ അവരെ നേരിടും എന്നാണ് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നത്. സാർ, നമ്മൾക്കറിയാം സർവ്വ പാർട്ടികളിൽ നിന്നും മെമ്പർമാരെ ചേർത്തുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ നിലപാട് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി ഈ പറയുന്ന സംഘങ്ങൾ നിശ്ചയിച്ചത്. അതിൽ എങ്ങനെയാണ് ശശി തരൂർ വന്നത് എന്ന് കൂടി വ്യക്തമാക്കേണ്ടതില്ലേ സാർ? കാരണം എല്ലാ പാർട്ടികളുടെ ദേശീയ നേതാക്കന്മാരും കൊടുത്ത ലിസ്റ്റിൽ ഈ ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗത്ത് കൊടുത്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇല്ലയോ എന്നുള്ളതും എങ്ങനെയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതല്ലേ സാർ? ഞാൻ കേട്ട വിവരങ്ങൾ വെച്ച് പറഞ്ഞാൽ അത് ആദ്യം ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കിയ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നു. അതിന് കാരണം വിദേശകാര്യ വകുപ്പിന്റെ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനാണ് ശശി തരൂർ. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം വിദേശത്ത് പോകേണ്ടവരുടെ ലിസ്റ്റിൽ കോൺഗ്രസ് പാർട്ടിയിലെ ആരൊക്കെയോ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. പല കാരണങ്ങളുണ്ട്. അദ്ദേഹം മുൻ വിദേശകാര്യ സഹമന്ത്രിയാണ്, 4 തവണയായിട്ട് ലോക്സഭാ മെമ്പറാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ സെക്രട്ടറി ആയിരുന്നു. ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഇന്റർനാഷണൽ അഫയേഴ്സിൽ നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ്. ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായതുകൊണ്ട് അങ്ങനെ പേര് വെച്ചു. പിന്നീട് ഈ ലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തിന് അയക്കുകയും രാഹുൽ ഗാന്ധി ഈ ലിസ്റ്റ് കണ്ട് ഞെട്ടിപ്പോവുകയും ശശി തരൂരിന്റെ പേര് വെട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ കേട്ടത്. എന്നിട്ട് MP പോലും അല്ലാത്ത ചില ആൾക്കാരെ അതിനകത്ത് തിരികെ കയറ്റുകയും ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പേരിലും ഇസ്ലാമിക തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതിന്റെ പേരിലും തെളിവുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുന്ന നിലപാടുകൾ സ്വീകരിച്ച കോൺഗ്രസ് MP-മാരെ ഈ ലിസ്റ്റിലേക്ക് കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ശശി തരൂര് പോകാൻ യോഗ്യനല്ല, എന്നാൽ പിന്നെ ഞാൻ പോകാമെന്ന് പറയണ്ടേ? എന്തുകൊണ്ട് പോയില്ല? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പോയില്ല? പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് പോയില്ല? സോണിയാഗാന്ധി എന്തുകൊണ്ട് പോയില്ല? അതായത് ഇന്ത്യ വിദേശത്തേക്ക് അയക്കുന്ന ഒരു പ്രതിനിധി സംഘത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോകാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും കിട്ടില്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് പാകിസ്ഥാൻ അനുകൂലമാണ് എന്ന് പറയുന്നതിന് തുല്യമല്ലേ? അല്ലെങ്കിൽ കൊള്ളാൻ ശശി തരൂരിനെ മാറ്റി രാഹുൽ ഗാന്ധി പോട്ടെ, പ്രിയങ്ക ഗാന്ധി പോട്ടെ, സോണിയാഗാന്ധി പോട്ടെ, ഇനി ഇവരെല്ലാരും കൂടെ പോണെങ്കിൽ എല്ലാവരും കൂടെ പോട്ടെ. 4 പേരുടെ പേര് കൊടുക്കാനാണല്ലോ പറഞ്ഞു. 3 പേര് ഇവര് പൊക്കോട്ടെ, വേണം റോബർട്ട് വധേരയും കൂടെ കൂട്ടി 4 തികച്ചോട്ടെ. ഒറ്റ എണ്ണം പോയില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് നമ്മൾ ഇവർക്ക് രാജ്യത്തോട് കൂറുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാനിതിൽ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. 4 പേരെ കോൺഗ്രസിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കൊടുത്തില്ല, സോണിയാഗാന്ധിയെ കൊടുത്തില്ല, പ്രിയങ്ക ഗാന്ധിയെ കൊടുത്തില്ല, റോബർട്ട് വധേരയെ കൊടുത്തില്ല. എന്നിട്ട് കൊടുത്തതാരെയാണ്? ശശി തരൂരിന്റെ പേര് വെട്ടി കൊടുത്തത് യഥാർത്ഥത്തിൽ BJP വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ കുപ്രസിദ്ധി ആർജിച്ച ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്തു. അപ്പോഴാണ് ഇതിനകത്തെ അപകടം മണത്തുകൊണ്ട് ശശി തരൂരിനെ BJP ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്നത്, പ്രധാനമന്ത്രി ചൂസ് ചെയ്യുന്നത്, ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് പാർട്ടി കൊടുത്തിരുന്ന ആൾക്കാർ പോയിരുന്നു എന്നിരിക്കട്ടെ, അവര് പോയിട്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് വിദേശ രാജ്യങ്ങളിൽ എടുത്തിരുന്നു എന്നിരിക്കട്ടെ, എന്താകുമായിരുന്നു ഗതി? അപ്പോൾ ഇന്ത്യയുടെ മുഖവും നാവും ശബ്ദവും ആയിട്ട് നമ്മൾ അയക്കുന്ന നമ്മുടെ പ്രതിനിധികൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ളവർ തന്നെ ആയിരിക്കണമെന്നും അതിൽ ഗണ്ഡി കുടുംബക്കാര് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതെല്ലാം ശക്തമായ രീതിയിൽ പഠിക്കുകയും വ്യക്തമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം.